വെൽക്കം ടു മൈ കോളേജ് പ്രോഗ്രാംസ്. നമ്മൾ റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ സബ്ജക്ട്സിൽ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് പാർട്സ് ഓഫ് സ്പീച്ച് ആണ്. ഓക്കെ, ഇതിലെന്താ പറയാനുള്ളത് വെച്ചാൽ പാർട്സ് ഓഫ് സ്പീച്ച്, അതായത് നോർമലി നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നമ്മൾ അതിൽ വരുന്ന കാര്യങ്ങൾ, അതൊക്കെ നിങ്ങൾ ഇതിൽ പറയുന്ന ഈ ചാപ്റ്റർ കവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളും ഇതൊക്കെ തന്നെ. അതായത് എന്തൊക്കെയാ വെച്ചാൽ ഓവറോൾ നോക്കുകയാണെങ്കിൽ നൗൺസ്, വേർബ്സ്, അഡ്ജക്റ്റീവ്സ്, പ്രോനൗൺസ്, വേർബ്സിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേർബ്സ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് നമ്മളിത് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് നോക്കാം നൗൺ. ഓക്കെ, നൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മലയാളത്തിൽ പറയുന്ന നൗൺ എന്ന് പറഞ്ഞാൽ നാമം അല്ലേ? അതായത് എന്താണ്? These words refers to the name of persons, places or things that is called nouns അല്ലേ? നൗൺ എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ എന്തൊക്കെ വരാം? ഒരു പ്ലേസ്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഏതെങ്കിലും ഒരു വ്യക്തി, പേഴ്സണിനെ കുറിച്ചാണെങ്കിൽ പേഴ്സൺ, അല്ലെങ്കിൽ എന്തെങ്കിലും തിങ്സ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒബ്ജക്ട്സ്, ഇതിനൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? നൗൺസ് എന്ന് പറയുന്നത് അല്ലേ? ഒരു വ്യക്തിയെ, ഒരാളുടെ പേരോ അല്ലെങ്കിൽ ഒരു സ്ഥലമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റോ തിങ്സോ അങ്ങനെ ഇതിനെയാണ് നമ്മൾ നൗൺ എന്ന് പ്രോപ്പർലി പറയുന്നത്. എക്സാമ്പിളായിട്ട് പറയുന്നത് വെച്ചാൽ ഒരാളുടെ പേര് രശ്മി, അല്ലെ രാജൻ, സ്മിത, എന്താ വാട്ടവർ ഇറ്റ് ഈസ് പേര്, അല്ലെങ്കിൽ കോളേജ് അല്ലേ? തിങ്സ് ഓർ തിങ്സ് എന്നൊക്കെ പറഞ്ഞാൽ പ്ലേസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ പറയുക, കോളേജ്, ഫ്രണ്ട്ഷിപ്പ്, ബ്യൂട്ടി, ഇതൊക്കെ ഓരോ പേര്, നാമങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നൗൺ എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ നൗണിൽ വരുന്നതാണ് എന്തെന്ന് പറയുന്നത്? വീണ്ടും വരുന്നത് കൗണ്ടബിൾ ആൻഡ് കൗണ്ടബിൾ ആൻഡ് അൺകൗണ്ടബിൾ നൗൺസ് ഉണ്ട് അല്ലേ? നൗൺസിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, രണ്ടായിട്ട് പറയാം. എന്ത്? കൗണ്ടബിൾ നൗൺസ് ആൻഡ് അൺകൗണ്ടബിൾ നൗൺസ്. കൗണ്ടബിൾ നൗൺസ് എന്ന് പറഞ്ഞാൽ എന്താ? പേര് പോലെ തന്നെ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും അല്ലേ? ചില നമ്പേഴ്സ്, ഫിഗേഴ്സ്, അതൊക്കെ. അപ്പം അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദർ ഈസ് എൻ ആപ്പിൾ ഓൺ ദ ടേബിൾ അല്ലേ? ടേബിളിൻ്റെ മുകളിൽ ഒരു ആപ്പിൾ ഉണ്ട്. അപ്പോൾ നമുക്കത് എന്താണ്? ഇറ്റ് ഈസ് കൗണ്ടബിൾ അല്ലേ? ഒരു ആപ്പിളേ ഉള്ളൂ ടേബിളിൻ്റെ മുകളിൽ. പക്ഷേ അത് നേരെ തിരിച്ച് അതിനെ നമ്മൾ എന്ത് പറയുക? കൗണ്ടബിൾ നൗൺ അല്ലേ? ഒരു ആപ്പിൾ ടേബിളിൻ്റെ മുകളിൽ ഉണ്ട് എന്ന് പറയുന്നത് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരുപാട് ആപ്പിൾ, ഒരു മരത്തിൻ്റെ മുകളിൽ ഒരുപാട് എത്ര ആപ്പിൾ ഉണ്ടാവും? ഒരുപാട് ആപ്പിൾസ് ഉണ്ടാവും. അപ്പം നമുക്കത് എന്ത് ചെയ്യും? അത് അൺകൗണ്ടബിൾ ആണ്. നമുക്ക് ഒറ്റ നോട്ടത്തിൽ അതിനെ കൗണ്ട് ചെയ്യാനായിട്ട് പറ്റുമോ? ഇല്ല. അപ്പം അങ്ങനത്തതാണ് എന്തെന്ന് പറയുന്നത്? ഇമ്പോസിബിൾ ആയിരിക്കും, അൺകൗണ്ടബിൾ. നമുക്ക് കൗണ്ട് ചെയ്യാൻ ഇമ്പോസിബിൾ ആയിട്ടുള്ള എന്താ പറയുക നൗൺസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അൺകൗണ്ടബിൾ നൗൺസ് എന്നും. കൗണ്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മളെ കണ്ണുകൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് മിനിമൽ ടൈമിനുള്ളിൽ നമുക്ക് കൗണ്ട് ചെയ്ത് പോകാൻ പറ്റുന്ന നൗൺസിനെയാണ് നമ്മൾ പറയുന്നത് കൗണ്ടബിൾ നൗൺസ് എന്ന് പറയുന്നത്. Uncountable nouns are impossible to count as they represent abstract ideas like wisdom, preposition, conjunction, interjection ഒക്കെ. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അൺകൗണ്ടബിൾ നൗൺസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് എന്താണ്? ഇതിൽ കുറേ ഗ്രാമർ വേർഷൻസ് ആണ് നമുക്ക് പഠിച്ചു പോകാനുള്ളത്. ഇതിൽ നമുക്ക് എന്താണ്? പ്രോപ്പർ നൗൺ, കോമൺ നൗൺ, കളക്റ്റീവ് നൗൺ, മെറ്റീരിയൽ നൗൺ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പ്രോപ്പർ നൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നെയിം ഓഫ് എ പെർട്ടിക്കുലർ പേഴ്സൺ ഓർ പ്ലേസ്. ഏതെങ്കിലും പ്രോപ്പർ ആയിട്ട് ഒരു പ്ലേസിനെ കുറിച്ചോ ഒരു വ്യക്തിനെ കുറിച്ചോ പറയുന്നതിനാണ് നമ്മൾ പ്രോപ്പർ നൗൺ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗാന്ധിജി, ഗാന്ധി, ഇന്ത്യ എന്നൊക്കെ പറയുമ്പോൾ ഇന്ത്യ എന്നൊക്കെ പറയുമ്പോൾ പ്രോപ്പർ പ്ലേസിനെ പറ്റിയായിരിക്കും നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. അങ്ങനത്തെ ആണ് എന്തായത്? പ്രോപ്പർ നൗൺ. ദെൻ കോമൺ നൗൺ. കോമൺ നൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നെയിം യൂസ്ഡ് ഇൻ കോമൺ ടു ഡിസ്ക്രൈബ് എ പേഴ്സൺ, തിങ്സ് ബിലോങ് ടു ദ സെയിം ക്ലാസസ് ഓർ കൈൻഡ്. അതായത് ഒരു ക്ലാസ് അല്ലെങ്കിൽ ഒരു ഇതിൽ വെച്ച് നോക്കുമ്പോൾ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പേരുകൾ, അതായത് ടീച്ചർ, അല്ലെങ്കിൽ എന്താ പറയുക മാൻ, സിറ്റി എന്നുള്ളതൊക്കെ എന്നായിരിക്കും കോമൺ നൗൺസ് അല്ലേ? കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന നൗൺസ് ആണ്. ദെൻ മൂന്നാമത്തെ നൗൺ എന്താണ്? കളക്റ്റീവ് നൗൺ എന്ന് പറയും. കളക്റ്റീവ് നൗൺ എന്ന് പറഞ്ഞാൽ നെയിം ഓഫ് എ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ഓർ തിങ്സ് അല്ലേ? ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സണെയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് തിങ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത്. അതായത് ക്രൗഡ്, ടീം, ഗവൺമെൻറ്. ഗവൺമെൻറ് എന്നൊക്കെ പറയുമ്പോൾ സിംഗിൾ പേഴ്സൺ ആയിരിക്കും അല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ആയിരിക്കും അല്ലേ? അങ്ങനത്തെ നൗൺസ് ആണ് എന്ത് പറയുന്നത്? കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത്. ദെൻ മെറ്റീരിയൽ നൗൺ. മെറ്റീരിയൽ നൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നെയിം ഓഫ് മെറ്റീരിയൽ, സബ്സ്റ്റൻസസ് ഓഫ് തിങ്സ്. അതായത് എന്തെങ്കിലും മെറ്റീരിയൽ, ഗോൾഡ്, സിൽവർ, അതേപോലെ വുഡ്, സോയിൽ, അങ്ങനെയുള്ള ഒരു ഒരു മെറ്റീരിയലിനെ കുറിച്ചോ തിങ്സിനെ കുറിച്ചാണ് മെറ്റീരിയൽ നൗൺ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ എന്താണ് നമുക്ക് നോക്കാനുള്ളത്? ചില സെൻറ്റൻസസ് ആണ്.
അതൊക്കെ നിങ്ങൾ വായിച്ച് പോകേണ്ട കാര്യങ്ങൾ. അതായത് ലഗേജ്, ചില വസ്തുക്കളുടെ കറക്റ്റ് ആയിട്ടുള്ള വേർഡ്സും ഇൻകറക്റ്റ് ആയിട്ടുള്ള വേർഡ്സുമാണ്. അതായത് നമുക്ക് കറക്റ്റ് വേർഡ്സ് ഇൻകറക്റ്റ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ ചില വാക്കുകൾ. ഇപ്പോൾ ലഗേജ് എന്ന് പറഞ്ഞ വേർഡ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വാക്കാണ്. ഓക്കെ, ലഗേജ് എന്ന് പറയുന്നതാണ് കറക്റ്റ് വേർഡ്. അതിന് നമ്മൾ ഒരിക്കലും ലഗേജിന് എന്താ പറയുക, നമ്മൾ ലഗേജസ് എന്ന് യൂസ് ചെയ്യാറില്ല. ചില ടേംസ്, ചില വാക്കുകൾ നമ്മൾ ആ വാക്കിനേറ്റേക്ക് ലഗേജസ് എന്ന് പറയുമോ, അത് ഇൻകറക്റ്റ് ആയിരിക്കും. അതേപോലെ തന്നെയാണ് എന്ത്, the teacher gave her many good advices is the correct word. Then the teacher gave her much good advice, it's a correct word. The teacher gave her many good advices is a incorrect word എന്നാ പറയുന്നത്. അതായത് എന്താണ്, ടീച്ചർ നല്ല അഡ്വൈസ് കൊടുത്തു എന്ന് പറയുന്നത് മെനി ഗുഡ് അഡ്വൈസസ് എന്ന് കൂട്ടിച്ചേർത്ത് പറയുമ്പോൾ അത് ഇൻകറക്റ്റ് ആണ്. ഓക്കെ, ഇത് സെൻറ്റൻസസ് ഫ്രെയിമിംഗ് ആണ്. നിങ്ങൾ നന്നായിട്ട് വായിച്ചു. അങ്ങനെ കുറച്ച് വേർഡ്സ് ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, ദെൻ എന്താണ്, നമ്മൾ ജെൻഡർ നോക്കാം. ഓക്കെ, ജെൻഡറിൽ നമ്മൾ പറയുന്നത്, ജെൻഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് നമ്മൾ സിംഗുലർ പ്ലൂറൽ എന്നൊക്കെ പറയുമ്പോൾ ജെൻഡർ എന്ന് പറയുമ്പോൾ ആണുങ്ങളുടെ ജെൻഡറിന് എന്താ പറയുന്നത്, മെസ്കുലൈൻ എന്ന് പറയും. ഓക്കെ, മെസ്കുലൈൻ. പെണ്ണിനാകുമ്പോൾ എന്താ, ഫെമിനൈൻ. ഓക്കെ, ഇതിപ്പോൾ കോമണി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് മെസ്കുലൈനും ഫെമിനൈനും. ഫെമിനൈൻ എന്ന് പറയുമ്പോൾ ഫീമെയിൽ ആയിരിക്കും, മെസ്കുലൈൻ എന്ന് പറയുമ്പോൾ ജെൻസിൻ്റെ ഇതിലേക്ക് വരുന്നത്. അപ്പം കിങ് എന്ന് പറയുമ്പോൾ ആണാണ് അല്ലേ. കിങ്ങിന് മെസ്കുലൈൻ എനർജി, ഫീമെയിൽ എനർജി, ഫെമിനൈൻ എനർജി എന്നൊക്കെ പറയും. പെണ്ണുങ്ങളെ എനർജി, ആണുങ്ങളെ എനർജീനെ. അപ്പം ഇതിൽ പറയും കിങ് ആണെങ്കിൽ അതിൻ്റെ ഫെമിനൈൻ ഫോം എന്താണ്, ക്യൂൻ ആണ് അല്ലേ. പെണ്ണിന് പറയുക ക്യൂൻ എന്നാണ്, ആണെന്ന് പറയുക കിങ് ആണ്. പിന്നെ എന്താണ്, നെഫ്യൂ പറഞ്ഞാൽ മരുമകൻ. അതിന് ഫെമിനൈൻ എനർജി എന്താ പറയുക, നീസ് അല്ലേ. പെണ്ണിന് പറയുക നീസ് എന്നാണ് പറയുക. ഓക്കെ, NIEC, നീസ്, നെഫ്യൂ, നീസ്. പിന്നെന്താണ് പറയുന്നത്, മെസ്കുലൈനിൽ ഇത് ചിലപ്പം ഒരു വൺ വേർഡിൽ. ഓക്കെ, എന്താ പറയുക, മാസ്റ്റർ. ഓക്കെ, മാസ്റ്റർ എന്നുള്ളത് മെസ്കുലൈനിൽ മാസ്റ്റർ, ആണുങ്ങൾക്ക് മാസ്റ്റർ എന്ന് പറയും. പെണ്ണിന് എന്താ പറയുക, മിസ്ട്രസ്. ഓക്കെ, മിസ്റ്റർ, മിസ്സിസ് എന്നൊക്കെ പറയില്ലേ നമ്മളെ, അതേപോലെ. അപ്പം ഇങ്ങനത്തെ കുറച്ച് വേർഡ്സ് ആണ്. മെസ്കുലൈൻ എന്ന് പറഞ്ഞാൽ ജെൻസ് വേർഷൻ ആണ്, ഫെമിനൈൻ എന്ന് പറഞ്ഞാൽ ഫീമെയിൽ വേർഷൻ ആയിരിക്കും. അതിലെന്താ പറയാന്നുള്ളത് കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. ദെൻ എന്താണ്, നെക്സ്റ്റ് നോക്കുന്നത് സിംഗുലർ ആൻഡ് പ്ലൂറൽ നൗൺസ് അല്ലേ. നൗൺസിൽ തന്നെ നമ്മൾ കൗണ്ടബിൾ അൺകൗണ്ടബിൾ നോക്കി. ഇനി നോക്കാവുന്നത് സിംഗുലറും പ്ലൂറലും. സിംഗുലർ നൗൺസ്, പ്ലൂറൽ നൗൺസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടില്ല. എന്താണ് സിംഗുലർ നൗൺ എന്ന് പറഞ്ഞാൽ, ഒരു കാര്യത്തിന് മാത്രം ഒരു പെർട്ടിക്കുലർ തിങ്സ് ആണെങ്കിൽ അതിന് സിംഗുലർ എന്നും, ഒന്നിൽ കൂടുതൽ വരുമ്പോൾ എന്താണ് അത് പ്ലൂറലായിട്ട് നമ്മൾ പറയുന്നു. അതായത് എന്താണ്, എസ് ഓർ ES വരും അല്ലേ. സിംഗുലറിലാകുമ്പം എസ് വരും, സിംഗുലർ ഫോമിലാകുമ്പം എസ് വരുന്നു. പ്ലൂറലിൽ വരുമ്പോൾ എങ്ങനെ വരും, ES കൂട്ടി പറയുന്നു. ഇപ്പോൾ എക്സാമ്പിൾ പറയാം, മങ്കി. ഓക്കെ, മങ്കി വരുമ്പോൾ മങ്കീസ് എന്തിൽ വരും, പ്ലൂറലിൽ വരുമ്പോൾ എന്താണ്, മങ്കീസ് എന്ന് പറയുന്നു. ഫ്ലവർ, ഫ്ലവേഴ്സ് അല്ലേ. അപ്പം സിംഗുലർ ആകുമ്പോൾ ഒറ്റ സാധനമായിരിക്കും, പ്ലൂറലിൽ വരുമ്പോൾ അത് കൂടുതലുള്ളതായിരിക്കും പ്ലൂറൽ നൗൺസ് എന്ന് പറയുന്നത്. പ്ലൂറലിൽ നമ്മൾ എന്ത് ചെയ്യും, സിംഗുലറിൽ പ്ലൂറലിൽ നമ്മൾ SO ESO കൂട്ടിയിട്ടാണ് എന്ത് ചെയ്യുക, നൗണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. പെന്നിന് പെൻസ്, ഫ്ലവർ ഫ്ലവേഴ്സ്, മങ്കി മങ്കീസ് എക്സെട്ര. ഓക്കെ, ഇതിൽ തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. നൗൺസ് എൻഡിങ് ഇൻ എ കോൺസണന്റ് ആൻഡ് ഫോളോഡ് ബൈ ലെറ്റർ Y ചേഞ്ച് Y to IES. അതായത് ഏതെങ്കിലും ഒരു നൗണ് വൈയിലാണ് എൻഡ് ചെയ്യുന്നതെങ്കിൽ, ഓക്കെ, അതായത് ഏതെങ്കിലും ഒരു വേർഡ്, നൗൺ എന്ന് പറഞ്ഞാൽ ഒരു ഇത്, അത് നമ്മൾ വൈയിലാണ്, അതിൻ്റെ എൻഡിങ് വേർഡ് കൺസണന്റ് വൈയിലാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, ആ വേർഡിനെ നമ്മൾ പ്ലൂറലാക്കുമ്പോൾ IES എന്നുള്ള ഫോമിലേക്ക് ചേഞ്ച് ചെയ്യും. ഇപ്പോൾ സ്റ്റോറി എന്ന് പറഞ്ഞ നൗണിലെ ഇതിൽ എന്തിൽ എൻഡ് ചെയ്യുന്നത് Y എന്ന് പറഞ്ഞ ഫോമിലാണ്. അപ്പോൾ അത് പ്ലൂറലിലേക്ക് ആക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പറയുക, സ്റ്റോറീസ് എന്നാണ് പറയുക അല്ലേ. അപ്പോൾ അവിടെ എന്ത് ചെയ്യും, വൈനെ നമ്മൾ IES എന്ന് പറഞ്ഞ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും, ചേഞ്ച് ചെയ്യുന്നു. ഓക്കെ, ദ നൗൺസ് എൻഡിങ് ഇൻ എ വൊവൽ ഫോളോഡ് ബൈ ലെറ്റർ Y ആഡ് ആസ്. അത് എന്തിലാണ് പറയുന്നത്, കൺസണൻ്റ് ആണെങ്കിലും. ഓക്കെ,
കൺസോണന്റ് ലെറ്റർ ആണ് വൈ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയാൻ പഠിക്കും നോക്കുന്ന നെക്സ്റ്റ് നോക്കുന്നതെന്ന് വെച്ചാൽ